ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഉറങ്ങിപ്പോകുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കെട്ടുകഥയല്ല, ആർക്കു വേണമെങ്കിലും ഇത്തരമൊരവസ്ഥ ഉണ്ടായേക്കാം. സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോം അഥവാ ക്ലീൻ ലെവിൻ സിൻഡ്രോം എന്നാണ് ഈ അപൂർവ ന്യൂറോളജിക്കൽ വൈകല്യത്തെ വിളിക്കുന്നത്. ക്ലീൻ ലെവിൻ സിൻഡ്രോം ഉള്ള വ്യക്തികൾ ദിവസത്തിൽ 20 മണിക്കൂർ വരെയൊക്കെ ഉറങ്ങിയേക്കാം. ചിലപ്പോൾ അത് ആഴ്ചകളോളം ആയേക്കാം. 32 ദിവസത്തിലധികം വരെ ഉറങ്ങിപ്പോയ വ്യക്തികളുടെ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 1 ദശലക്ഷത്തിൽ 1 മുതൽ 5 വരെയുള്ള ആളുകളിൽ ക്ലീൻ ലെവിൻ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. മുംബൈ സ്വദേശിയായ 26-കാരൻ തുടർച്ചയായി കിടന്നുറങ്ങിയത് 8 ദിവസമാണ്. ഈ 8 ദിവസത്തെ ഉറക്കത്തിനിടയിൽ ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റ് ഉപയോഗിക്കാനും മാത്രമാണ് യുവാവ് എഴുന്നേറ്റത്, അതും അർദ്ധബോധാവസ്ഥയിൽ. ക്ലീൻ ലെവിൻ സിൻഡ്രോം എന്ന രോഗാവസ്ഥയാണ് യുവാവിനെന്ന് പരിശോധനയിൽ കണ്ടെത്തി. വളരെ സങ്കീർണമായ രോഗാവസ്ഥയാണിത്. 18 മുതൽ 26 വരെ വയസ്സിനിടയിലുള്ളവർക്കാണ് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലെങ്കിലും ഈ രോഗം അവസാനം റിപ്പോർട്ട് ചെയ്തത് 35 വയസ്സുള്ള വ്യക്തിക്കായിരുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്നും KLS കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നുമില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. യുവാവ് തുടർച്ചയായി 8 ദിവസം ഉറങ്ങിയത് വീട്ടുകാരിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയായിരുന്നു. അതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. വളരെ ക്ഷീണിതനും അവശനുമായ നിലയിലായിരുന്നു ആ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തു ചെയ്യണമെന്നറിയാതെ ഡോക്ടർമാരും ആദ്യമൊന്ന് കുഴങ്ങി. പിന്നീട് വേണ്ട ശുശ്രൂഷകൾ നൽകുകയായിരുന്നു. രോഗത്തിന് കൃത്യമായ കാരണം വ്യക്തമല്ലെങ്കിലും ഹൈപ്പോതലാമസിലെ പ്രവർത്തന വൈകല്യം, അതായത് ഉറക്കം, വിശപ്പ്, ശരീര താപനില എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. തലച്ചോറിലുണ്ടാകുന്ന അണുബാധ, ജനിതകം എന്നിവയൊക്കെ ക്ലീൻ ലെവിൻ സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്ലീൻ ലെവിൻ സിൻഡ്രോമിന്റെ ഫലമായി ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ വിഷാദത്തിലാകാം. പക്ഷേ മാനസികാവസ്ഥ തകരാറിന് ഇത് കാരണമാകുന്നില്ല. ഈ തകരാറുള്ള ആളുകൾ പൂർണ്ണമായും സാധാരണ രീതിയിൽ മറ്റുള്ളവരെ പോലെ തന്നെയാണ്. പക്ഷേ ദൈനംദിനം സംഭവിക്കുന്നതെല്ലാം അവർക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ക്ലീൻ ലെവിൻ സിൻഡ്രോമിന് കൃത്യമായ ചികിത്സയില്ല. ഈ രോഗമുള്ള ആളുകൾ പലപ്പോഴും മരുന്നുകൾ ഉപയോഗിച്ച് രോഗത്തെ ചികിത്സിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ അവരുടെ ലക്ഷണങ്ങൾ ശ്രദ്ധാപൂർവം ട്രാക്ക് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെടുന്നു. വാച്ച്ഫുൾ വെയിറ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമീപനം. ഒരുപാട് സമയം ഉറങ്ങുന്ന രോഗത്തെ പോലെ തന്നെ പ്രശ്നമാണ് ഉറക്കമില്ലായ്മയും. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടായേക്കാം. ഉറക്കമില്ലായ്മ എന്നത് പതിവ് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ വളരെ അസ്വസ്ഥമായ ഉറക്കചക്രം എന്നിവയാണ്. ഉറക്കത്തിൻ്റെ ഗുണനിലവാരക്കുറവ് മുതൽ ഉറക്കത്തിൻ്റെ അളവ് കുറയുന്നത് വരെ ഈ ഉറക്ക തകരാറുകൾ പല ഘട്ടങ്ങളായി സംഭവിക്കാം. ഉറക്കമില്ലായ്മ നിങ്ങളുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും വളരെയധികം പ്രതികൂലമായി ബാധിക്കും. ഇത് പകൽ സമയത്ത് ക്ഷീണം, മയക്കം, ഊർജ്ജക്കുറവ് എന്നിവ അനുഭവപ്പെടാൻ ഇടയാക്കും. ഈ അവസ്ഥ നിങ്ങളുടെ മാനസികാവസ്ഥയെയും ശ്രദ്ധാ നിലവാരത്തെയും ബാധിക്കുന്നതിനാൽ സ്കൂളിലോ ജോലി സ്ഥലത്തോ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളെ വളരെയധികം തടസ്സപ്പെടുത്തിയേക്കാം. ഉറക്കം ലഭിക്കാൻ നിങ്ങൾ ഉറക്ക ഗുളികയോ മദ്യത്തെയോ ആശ്രയിക്കാൻ തുടങ്ങിയേക്കാം. അത് നിങ്ങളുടെ ശാരീരിക, വൈകാരിക, മാനസിക ആരോഗ്യത്തെ ദീർഘകാലമായി പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് കൃത്യമായ ചികിത്സ എടുക്കുക.